വർഷങ്ങളായി സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വം OD ജോസഫ് എത്തുന്നു കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ. ഭോപ്പാലിലെ മലയാളി സമൂഹത്തിൽ നിരവധി സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നയിച്ചുവരുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. ഭാര്യയും ഭർത്താവും രോഗമായി കിടക്കുന്ന, ആരും മരുന്ന് കൊണ്ട് കൊടുക്കാനില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങൾ ഓരോരോ ആൾക്കാരെ ഓരോരോ ഏരിയയിലാക്കി ഏർപ്പാട് ചെയ്ത് അവർക്ക് മരുന്ന് എത്തിച്ചു. അതുപോലെ തന്നെ ഭക്ഷണത്തിന് പല സ്ഥലങ്ങളിൽ ഏർപ്പാട് ചെയ്ത് അവർക്ക് വീട്ടിൽ ടിഫിൻ എത്തിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അവിടെ പബ്ലിക്കായിട്ട് ഞങ്ങളിവിടെ ഒരു ബേരഗഡ് അമ്പലത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും, ആവശ്യക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സഹകരിച്ച്. കോവിഡ് കാലത്ത് നടത്തിയ സേവന പ്രവർത്തനങ്ങളും 2018 കേരള ഫ്ലഡ് സമയത്ത് 70 ലക്ഷം രൂപയുടെ ദുരിതാശ്വാസ സാമഗ്രികൾ സമാഹരിച്ചു നൽകിയ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. ബന്ധുക്കൾ പോലും ആൾക്കാരെ സഹായിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സംഘടന ഇതുണ്ടായ ഉടനെ തന്നെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു എമർജൻസി സെൽ രൂപീകരിച്ച് ഭോപ്പാലിൻ്റെ പല ഭാഗത്തും ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് ഹോസ്പിറ്റൽ അഡ്മിഷൻ, മെഡിസിൻ, വീട്ടിൽ ആഹാരം, ആംബുലൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ, ഈവൻ മരിച്ചവരുടെ അന്തിമ സംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, ഇതെല്ലാം സംഘടനകളുടെ ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഭോപ്പാൽ പ്രസിഡന്റായും മലയാളം മിഷൻ മധ്യപ്രദേശ് ചാപ്റ്റർ ചെയർമാനായും അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കൂടാതെ സാംസ്കാരിക പരിപാടിയായ കേരള ഫസ്റ്റ് സംബന്ധിച്ചും സംസാരിക്കുന്നു. കാണുക കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി. മാർച്ച് 1 ഞായറാഴ്ച വൈകുന്നേരം 6:30.